പല ബിസിനസ്സുകളുടെയും പ്രശ്നം, ദുരന്തം എന്ന് പറയുന്നത് ആ ബിസിനസ് ഓണർ. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സോ ഒരു പോയിന്റ് അതിനാൽ തകർന്നു പോവുകയാണ്. എന്തായിരിക്കും അതിന്റെ മെയിൻ റീസൺ? നന്നായിട്ട് പൊക്കൊണ്ടിരുന്ന പല ബിസിനസ്സും പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ തളരാനുള്ള ഒരു പ്രധാന കാരണം തന്നിട്ട് ഒരു ബിസിനസ്സുകാരൻ ആദ്യം മനസ്സിലാക്കേണ്ടത് പല ബിസിനസ്സുകളുടെയും പ്രശ്നം, ദുരന്തം എന്ന് പറയുന്നത് ആ ബിസിനസ് ഓണർ. നോക്കിയ തകരാനുണ്ടായ കാരണം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും. നോക്കിയയുടെ പോളിസിയാണ്. നോക്കിയ വളരെ പെട്ടെന്ന് മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് അപ്ഡേറ്റ് ആയില്ല. അപ്പോൾ ഈ ബിസിനസ് ഓണർ ഒരു ഘട്ടത്തിൽ വലിയ തളർച്ച എത്തിയിട്ടുണ്ടാവും. അയാൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ഒരു ഘട്ടത്തിലായിട്ടുണ്ട്, ഒരു കാലത്തായിരുന്നു, അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അയാൾ അയാളുടേതായിട്ടുള്ള തലത്തിൽ പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, ഇതൊന്നും അയാൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരിധിയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയുടെ പരിധി. അതായത് നിങ്ങൾ എപ്പോഴും ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഫ്യൂച്ചറിൽ ജീവിക്കാം. നിങ്ങൾ ഫ്യൂച്ചറിൽ ജീവിക്കുകയും വേണം, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയും വേണം, ഫ്യൂച്ചർ നിങ്ങളുടെ ബിസിനസ്സിന് പ്രിപ്പയർ ആക്കുക. അതോടൊപ്പം തന്നെ നിലവിലുള്ള ബിസിനസ് കൊണ്ടു നടക്കാൻ ആവശ്യമായ നല്ല മിടുക്കരായിട്ടുള്ള നിങ്ങളെക്കാളും കഴിവുള്ള ലീഡേഴ്സിനൂടെ കൊണ്ടുവരണം. നിങ്ങൾ സോഫ്റ്റ്വെയർ അറിയാത്ത ഒരാൾ നാളെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അതുണ്ടാക്കാൻ പറ്റുന്ന ആളെ ഹയർ ചെയ്യണം. അപ്പം നിങ്ങളെപ്പോഴും ഫ്യൂച്ചറിൽ ജീവിക്കുകയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മിടുക്കരായിട്ടുള്ള ലീഡേഴ്സിനെ കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്നാലേ ബിസിനസ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെയും എന്നും വളരുള്ളൂ.